ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലിവ്സ് മോർ ഗ്യാരേജ് ആൻഡ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊന്നും നടക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, മൊത്തം ചൂടാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള ചൂട് ഭയങ്കരമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അത്യാവശ്യം മാത്രം വരുമ്പോഴാണ് നമ്മളൊക്കെ പുറത്തോട്ട് ഇറങ്ങാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രാവലോഗ് അങ്ങനത്തെ കാര്യങ്ങളല്ല, ഒരു ബയോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ കാറിനെ പറ്റി എന്ന് പറയുന്നത് ഓട്ടോ ബയോഗ്രഫി എന്നൊക്കെ പറയുന്നത്. സോ ഏത് കാറിനാണ് പറ്റിയെന്ന് പറയാൻ പോലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോൾസ്റ്റാർ 6 എന്ന് പറയുന്ന മോഡൽ കാറിനെ പറ്റി ഇതൊക്കെ അദ്ദേഹം കേട്ടിരിക്കാൻ നമ്മുടെ ഇന്ത്യയിൽ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ യു കെ എന്ന് പറയുന്നത് ബ്രിട്ടനാണ് സത്യത്തിൽ. അപ്പോൾ ബ്രിട്ടനിലാണ് ഈ ഒരു ഈ കാർ കമ്പനി. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ തന്നെ കാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ ഡീറ്റെയിൽസ് ഡുവൽ ഷാഫ്റ്റ് നോക്കുന്ന പറയുന്നത് നമ്മുടെ സാധാരണ നോക്കുന്നത് സിംഗിൾ ഷാഫ്റ്റ്, ഒരു ഗിയർ വെച്ചൊരു കണക്ഷൻ ആയിട്ടുള്ള ഒരു സിംഗിൾ ഷാഫ്റ്റ്. പക്ഷേ വലത്തെ ഭാഗത്താണ് അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഹൈ പവർ എന്ന് പറയുമ്പോൾ 884 HP ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 483 കിലോമീറ്റർ ഇതിൻ്റെ പവറുണ്ട്. അതുപോലെ തന്നെ ഇത് HP അതിന് നേരത്തെ പറയുന്നത് 354 HP. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ലക്ഷറി ഈ സ്ക്രീനാണ്, അതായത് നമ്മൾ ഈ നമ്മുടെ ഈ കാറിലൊക്കെ വെക്കുന്ന സ്ക്രീൻ ഉണ്ടാകുന്നത് അവിടെ പാഡ് വരും. അപ്പോൾ ഞാൻ നേരെ കാറിൻ്റെ ഫീച്ചേഴ്സിലോട്ട് കയറാൻ പോകാം. അപ്പോൾ കാറിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരെ നമ്മുടെ കാറിൻ്റെ വീഡിയോ കൂട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാറിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോകും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് കാർ, അതായത് പോൾസ്റ്റാറിൻ്റെ 6 എന്ന് പറയുന്ന കൺസെപ്റ്റ് കാർ വരുന്നത് പോൾസ്റ്റാറിൻ്റെ O2 എന്ന ഒരു മോഡലിന് എന്ത് ചെയ്തു RG ചാനലിൻ്റെ ഒരു ഡിസൈന് എടുത്തിട്ടാണ് ഈ ഒരു കാർ വരുന്നത്. ഇത് ഈ വർഷം, അതായത് 2026 തൊട്ട് ഇത് വിപണിയിലെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 99% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോകൾ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയുടെ ബാക്കിലേക്ക് വിടാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ ചാനലിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാനും സാധിക്കുന്നതായിരിക്കും.